ടീച്ചറാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോ നമ്മുടെ ചിന്നുകുട്ടി, നിങ്ങളുടെ ക്ലാസ്സിലാണോ ചിന്നുകുട്ടി പഠിക്കുന്നത്? ചിന്നുകുട്ടി വയറുവേദനയായിട്ട് കരയുന്നു. എങ്ങനെയാ കരഞ്ഞ്? എനിക്ക് വയറുവേദന ആവുന്നു എന്നും പറഞ്ഞ് കരഞ്ഞിരിക്കുന്നു. ഞാൻ അത് കണ്ടോ, കരയാണ്. അപ്പൊ ഞാൻ പതുക്കെ ചിന്നുകുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താ സംഗതി മോളെ, എന്താ കഴിച്ചെന്ന്. അപ്പൊ ചിന്നുകുട്ടി പറഞ്ഞു, ആലോചിച്ചു നോക്കിയിട്ടാ പറഞ്ഞത്. ചിന്നുകുട്ടി എന്താ പറഞ്ഞെന്നറിയോ? മുന്തിരി കഴിച്ചു എന്ന്. മുന്തിരി കഴിച്ചാ വയറുവേദന ആവോ? വയറുവേദന ഉണ്ടാവോ? അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, ചിന്നുകുട്ടി മുന്തിരി കഴുകിയിട്ടുണ്ടായിരുന്നോ? ഇല്ല. ചിന്നുകുട്ടി പറഞ്ഞു, മുന്തിരി കഴുകാതെയാണ് കഴിച്ചത്. അത് കണ്ട ഉടനെ തന്നെ ചിന്നുകുട്ടിക്ക് കഴിക്കാൻ കൊതിയായിട്ട് കഴിച്ചതാണ് എന്ന്. അപ്പോൾ എന്താ സംഗതി? വയറുവേദന വരാൻ കാരണം എന്താണ്? മുന്തിരി കഴുകാതെ കഴിച്ചിട്ടാണ്. ഇനിയിപ്പോ മുന്തിരി മാത്രമാണോ നമ്മൾ കഴുകിയിട്ട് കഴിക്കേണ്ടത്? അല്ല അല്ലേ. അതിന്റെ എല്ലാ പഴത്തിന്റെയും തൊലിയുടെ അടിയിലൊക്കെ എന്തുണ്ടാവും? കീടനാശിനികളും ബാക്ടീരിയകളും അതുപോലെ രോഗകാരികളായ മറ്റു പല വസ്തുക്കളും അഴുക്കൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ നമ്മൾ പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒഴുകുന്ന വെള്ളത്തിൽ, പൈപ്പിന്റെ അടിയിലൊക്കെ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ മഞ്ഞളിന്റെ വെള്ളത്തില്, ഉപ്പിന്റെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നിങ്ങൾക്ക് മുന്തിരിയും മറ്റു പഴങ്ങളോ അതുപോലെ ക്യാരറ്റൊക്കെ തരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങളുടെ അമ്മമാരൊക്കെ? അപ്പോ ചിന്നുകുട്ടിയുടെ വയറുവേദനയ്ക്ക് കാരണം ഇതാണ്. എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇനി പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾ വാഷ് ഉപയോഗിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ പഴങ്ങൾ കൊണ്ടുവച്ചിട്ട് കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. ഇല്ല ഇതാ ചിന്നുകുട്ടിയെ പോലെ ആവും. അപ്പൊ ആരും മറക്കരുത്, നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ. നമുക്ക് പഠിക്കാനും കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും വേണം അല്ലെ. അപ്പൊ ടീച്ചറെ അടുത്ത ക്ലാസ്സിൽ വരാം. ചിന്നുകുട്ടിയുടെ വയറുവേദന മാറ്റാൻ എന്തെങ്കിലും സൂത്രം ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ബൈ.